അപ്പോൾ ഇതാണ് ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുന്നത്. ഇതാണ് പോകുന്ന വഴിയൊക്കെ. അങ്ങനെ ആണ്ട് നമ്മളെ ട്രെയിൻ വന്നു കേട്ടോ. ഹലോ, ഗോകർണയിലെ 3ാമത്തെ ദിവസമാണ് ഇന്നാണ് നമ്മൾ ഇവിടുത്തെ പ്രധാന ബീച്ചായ ഓം ബീച്ചിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നലെ നമ്മൾ വരാൻ പറ്റിയില്ല എന്നല്ല, ഇന്നലെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് മറ്റേ മിർജാൻ ഫോർട്ടിലോട്ടാണ് പോയത്. അതുകൊണ്ട് ഓം ബീച്ചിലോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ താണ്ട് ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ഓം ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓം ബീച്ചാണ് ഈ ഗോകർണയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബീച്ച് എന്നുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഈ ഓം എന്ന് എഴുതുന്ന ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി എല്ലാം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഓം ബീച്ച് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണപ്പോൾ ഓം ബീച്ച്. നല്ല നീല കളർ വെള്ളമാണ്. അവിടെ ദൂരെയായിട്ട് മീൻപിടുത്തക്കാരെല്ലാം ഉണ്ട്. ബോട്ടും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പാറകളാണ് ഇതിൻ്റെ സൈഡിലായിട്ടുള്ളത്. ഒരുപാട് പാറക്കെട്ടുകളാണ് സൈഡിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതാണ്ട് സമയം 7:30 കഴിഞ്ഞേ ഉള്ളൂ. ഒരുപാട് പേരാണ് ഈ സമയത്ത് തന്നെ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് വരുന്നെല്ലാം ഉണ്ട്. അത്യാവശ്യം ഈ സമയത്ത് തന്നെ നല്ല തിരക്കായിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ. അതാണ് നമ്മൾ ഈ ഹോം ബീച്ചിലോട്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ ചെറിയ ചെറിയ തട്ടുകളെല്ലാം നമുക്ക് കാണാം. ഇവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഈ സമയത്തൊന്നുമില്ല. ഇപ്പോൾ 8 മണി ആവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കച്ചവടമൊന്നും ആയി വന്നിട്ടില്ല. ഈവനിങ് ഒക്കെ ആയിരിക്കും കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഈ ബീച്ച് സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് ഇറങ്ങി കുളിക്കുന്നെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഓം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ്ട് ഇനി നേരെ ഹാഫ് മൂൺ ബീച്ചിലോട്ട് പോവാം, അല്ലെങ്കിൽ പാരഡൈസ് ബീച്ചിലോട്ട് പോവാം. ഇതാണ് പോകുന്ന വഴിയൊക്കെ. അപ്പോൾ ഇതാണ് ഹാഫ് മൂൺ ബീച്ചിലോട്ടുള്ള എൻട്രി. ഇവിടെ വരെ നമുക്ക് ബൈക്കിന് വരാൻ പറ്റും, കാറിന് വരാൻ പറ്റും. പക്ഷെ കുറച്ച് റോഡ് മോശമാണ്. അതുകൊണ്ട് കാറിന് വരുന്ന അത്രയും സേഫ് അല്ല. ബൈക്കാണ് കൂടുതലും ആൾക്കാർ കൊണ്ടുവരുന്നത്. ബൈക്കിനാണ് വരുന്നത് നല്ലത്. നല്ല ഗട്ടറും ടാറൊന്നും ചെയ്യാത്ത റോഡാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാറ് കൊണ്ട് വരാൻ. ഏതാണ്ട് ഇങ്ങനെയുള്ള ഇതിലെ ഇറങ്ങിയിട്ട് വേണം താഴത്തോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വെച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഒരു നല്ലൊരു ഇറക്കമായിരുന്നു. ഇനി അത് കയറാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതാണ് ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരെല്ലാം വെള്ളത്തിലിറങ്ങി നീന്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കയാക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഈ വന്ന വഴി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മൾ ഇന്നലെ ടഡഡി ഫെറി സർവീസിൻ്റെ അവിടുന്ന് ഇതുപോലെയുള്ള ബോട്ടുകൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതെല്ലാം അവിടുന്ന് വന്നതായിരിക്കും. ഈ ബോട്ടൊക്കെ നമ്മൾ അവിടെ ഇന്നലെ കണ്ടിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടൂറിസ്റ്റിലെല്ലാം കൊണ്ടുവരുന്നതാണ്. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് എല്ലാം കാണുന്നുണ്ട്. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർക്കൊക്കെ വന്ന് ഇതുപോലെ സുഖമായിട്ട് ഇറങ്ങി കുളിക്കാവുന്ന കാര്യമുള്ളൂ. ഒത്തിരി പേര് ഇതുപോലെ കയാക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ആൽമൂൺ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് നേരെ വണ്ടി കൊടുക്കണം. വണ്ടി 10:30 ആകുമ്പോൾ കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മണിയായി. 10:30 വരെ നമുക്ക് ടൈമുള്ളൂ വണ്ടിയുടെ. 10:30 വരെ ഒരു ദിവസത്തിനാണ് 600 രൂപ എടുത്തത്. അപ്പോൾ ചിലപ്പോൾ 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു ദിവസത്തെ റെൻറ്റ് തന്നെ ചിലപ്പോൾ മേടിക്കും. അതുകൊണ്ട് നേരെ തിരിച്ച് വണ്ടി കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അതെല്ലാം ഇനി പോയിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഇപ്പോൾ സമയം 12 മണിയായി. 12 മണി വരെ ഉള്ളായിരുന്നു നമ്മുടെ റൂമിലെ സമയം. അങ്ങനെ ചെക്കൗട്ടെല്ലാം ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോവാന്ന്. അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഗോകർണ KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ബസ് കയറിയിട്ട് ഇനി നേരെ ഗോകർണ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. അങ്ങനെ ബസ്സിൽ കയറി. ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. 9 കിലോമീറ്ററിന് നമുക്ക് 14 രൂപയാണ് ചാർജ്. ഇങ്ങനെ മടൻകേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബസ് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. ഈ സ്ഥലം ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഇനി ഇവിടുത്തെ മിക്കവാറും ബസ്സിൽ ബാക്ക് ഡോറ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഫ്രണ്ട് ഡോറില്ല. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പിന്നെ എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് ഇരിക്കാം. ലേഡീസ് ജെൻസ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നിട്ട് വേണം പോകാൻ. ആദ്യം ഇവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. എന്തായാലും ഇതിലോട്ട് കയറി നോക്കാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മീൽസാണ് കഴിച്ചത് കേട്ടോ. 100 രൂപയായി. ഒരു മീൻ വറുത്തതും മീൻ കറിയും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ പോകുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ കച്ചവടമാണ്. റോഡ് സൈഡിലെല്ലാം ഇട്ട് ഷീറ്റെല്ലാം ഇട്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു കച്ചവടമാണ് നടക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലും നല്ല ചൂടും ഉണ്ട്. ഇങ്ങനെ കച്ചവടങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാം. ഇവിടെ വരുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു മത്സ്യ മാർക്കറ്റും കാണാൻ പറ്റും കേട്ടോ. ഇവിടെ പച്ചമീനെല്ലാം വിട്ട് വിൽക്കുന്നു. അതുകൊണ്ട് ഉണക്കമീനും ഉണ്ട്. അങ്ങനെയാണ്ട് ഞാൻ നടന്ന് ഗോകർണ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എറണാകുളത്തോട്ടൊക്കെ 2 ട്രെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇന്നാണ് ശനിയാഴ്ച മുറുസാഗർ എക്സ്പ്രസ്, രണ്ടാമത്തേത് നാളെ പൂർണ്ണ എക്സ്പ്രസ് ആണ്. ഈ 2 ട്രെയിൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിലോട്ടുള്ളത്. കേരളത്തിലോട്ട് മീൻസ് എറണാകുളത്തോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3:52-നാണ് മറുസാഗർ ഉള്ളത്. ഇപ്പോൾ ദാണ്ട് 2:23 ആയതുള്ളൂ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആണ്ട് നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. 3:52-ന് വരുന്ന ട്രെയിനായിരുന്നു. ഇപ്പോൾ സമയം 7 മണിയായി. 3 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വന്നത്. ഇപ്പോൾ ഗോകർണ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെ ലോക്കൽ ടിക്കറ്റിന്, ജനറൽ ടിക്കറ്റിന് 255 രൂപയാണ്. എന്താ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. അങ്ങനെയാണ്ട് നമ്മൾ ഗോകർണ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് കേട്ടോ.